അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ നമുക്കിനി ലഭിക്കുവാനുള്ളത് 19ാമത്തെ ഗഡുവാണ്. അപ്പോൾ നിരവധി വട്ടം കേന്ദ്രം നമുക്ക് സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കുവാൻ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ശരിയാക്കുക എന്നുള്ളത് നിരവധി അവസരങ്ങളാണ് കേന്ദ്രം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് തന്നത് ഇപ്പോൾ ലാൻഡ് സീഡിങ്ങിന്റെ കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം പോലും കേന്ദ്രം മിണ്ടുന്നത് പോലുമില്ല. അത് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്നില്ല. അപ്പോൾ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം EKYC ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവർ EKYC കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ EKYC ചെയ്യാത്തവർ EKYC ചെയ്യണം എന്നുള്ളതല്ല. ഇപ്പോൾ നിരവധി കിട്ടുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അവരൊക്കെ EKYCയുടെ പ്രശ്നം വന്നിട്ടുള്ളവർ, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുവാനാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും കേന്ദ്രം ഇപ്പോൾ സംസാരിക്കുന്നില്ല. കാരണം ഈ ഒരു പ്രാവശ്യം കൂടി കഴിയുമ്പോൾ തന്നെ ഈ ഒരു കാര്യം ശരിയാക്കാത്തവർ, അപ്പോൾ നിരവധി ലാൻഡ് സീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, EKYCയുടെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, ബാങ്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരുമുണ്ട്. അപ്പോൾ 2022 5ാം മാസം ഇങ്ങനെയുള്ളവർക്ക്, മുടങ്ങിയിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അത് അവർ ശരിയാക്കാതെ ഇത്രയും നാളും അത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ പേര് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് റിജക്റ്റായി പോകുന്നു അല്ലെങ്കിൽ ബ്ലോക്കായി നിൽക്കുന്നു എന്നൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇനിയും ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കണക്ക് പ്രകാരം തന്നെ 25,000-ന് മുകളിൽ ആൾക്കാർ വീണ്ടും പുറത്താക്കപ്പെടുകയാണ്. കാരണം നിങ്ങൾ ഇത്രയും സമയം തന്നിട്ട് പോലും ഇതൊന്നും ശരിയാക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു കാര്യങ്ങളും കേന്ദ്രം ഇനിയിപ്പോൾ മുന്നോട്ട് പോകില്ല. കാരണം ഈ DBT ട്രാൻസ്ഫറിനു പബ്ലിക് ഫിനാൻസ് സിസ്റ്റം ആണ് ഇപ്പോൾ ഓരോ ആൾക്കാർക്കും, നമുക്ക് ഓരോ പേയ്മെന്റുകൾക്കും ഏജൻസി വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇന്ന ആൾ ഇത്രയും പേർക്ക് ഇത് റിജക്റ്റ് ആകുന്നു, വീണ്ടും അത് റിട്ടേൺ പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും കേന്ദ്രം അവസരം തരുമായിരുന്നു. നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റ് അങ്ങനെയുള്ളൊരു ഓപ്ഷനേ വരുന്നില്ല. നിങ്ങൾ ലാൻഡ് സീഡിങ് ചെയ്യണം അല്ലെങ്കിൽ പോയി ഈ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവസാനത്തെ ഒരു അവസരമാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ 19ാമത്തെ ഗഡുവും എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.